لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. സഹോദരങ്ങളെ, ഹജ്ജും ബലിപെരുന്നാളുമൊക്കെയായി ബന്ധപ്പെട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ അനുസ്മരിക്കുന്ന, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. ആ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ചില മാതൃകകളും പാഠങ്ങളും നമുക്ക് സമ്മാനിച്ച ഒരു മേഖലയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബരംഗം. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും നേടിയെടുക്കാൻ എല്ലാ മേഖലകളിലൂടെയും അദ്ദേഹത്തിന് സാധിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ കുടുംബരംഗത്തും ഉദാത്തമായ മാതൃകയും അതേപോലെ മതപരമായ നിഷ്ഠയുമൊക്കെ കാത്തുസൂക്ഷിച്ച ആളായിരുന്നു എന്ന് കാണാൻ കഴിയും. സഹോദരങ്ങൾ, പടച്ചറപ്പിന്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് കുടുംബം എന്നുള്ളത്. പലപ്പോഴും അതിന്റെ വിലയറിയാൻ വളരെ വൈകിപ്പോകുന്നു എന്നതൊരു വസ്തുതയാണ്. നമുക്ക് കയറി ചെല്ലാൻ ഒരു വീട് ഉണ്ടാവുകയും അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഉമ്മ അല്ലെങ്കിൽ വാപ്പ
അതുമല്ലെങ്കിൽ ഭാര്യ, മക്കൾ, ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ സാന്നിധ്യം, ഒരു വാപ്പയുടെ സാന്നിധ്യം, അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വിലയും പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും ഒക്കെ ഒരു കുടുംബ സംവിധാനത്തിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അയാൾ തികച്ചും ഒറ്റപ്പെട്ടായിരിക്കും. സന്തോഷത്തിലും സങ്കടങ്ങളിലുമൊക്കെ അയാൾ തനിച്ചായിരിക്കും. എന്നാൽ ആ കുടുംബം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിക കുടുംബമായി മാറുമ്പോഴാണ് ആ കുടുംബത്തെ ശരിയായ അർത്ഥത്തിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുക. സമ്പത്തും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മാതൃകകൾ നമുക്ക് പ്രസക്തമാകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർന്നെടുക്കുവാനുള്ള നിരവധി പാഠങ്ങൾ അവിടെയുണ്ട്. അതിൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദ്യത്തെ അസ്ഥിവാരം അല്ലെങ്കിൽ ആദ്യത്തെ അടിത്തറയുടെ കല്ല് എന്ന് പറയാവുന്നത് ഭാര്യയും ഭർത്താവുമാണ്. അവർ പരസ്പരം അറിയുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ വേണം. പരസ്പരം ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കണം. എങ്കിലാണ് ഒരു കുടുംബം ഇസ്ലാമികമായും അതേപോലെ സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യവും അവിടെ ഉണ്ടാവുകയും. നേരെ മറിച്ച് സ്വേച്ഛാധിപതിയെ പോലെ എല്ലാം അടക്കി വരിക്കുന്ന ഒരു ഏകാധിപതിയെ പോലെയാണ് കുടുംബനാഥൻ പെരുമാറുന്നതെങ്കിൽ ആ കുടുംബജീവിതം സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരിക്കുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇന്ന് മിക്ക കുടുംബങ്ങളിലും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ പകർന്നതല്ല, ഈ പാഠം വേണ്ടതുപോലെ ഗ്രഹിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായത് എന്ന ചർച്ചയിൽ കേന്ദ്രീകരിച്ചു നിൽക്കുകയാണ് കുടുംബത്തിലെ പല പ്രശ്നങ്ങളും. അല്പമൊന്ന് താന്നു കൊടുക്കുവാനും അംഗീകരിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും ഉള്ളൊരു മനസ്സുണ്ടെങ്കിൽ അവിടെ സോൾവ് ആകാത്ത ഒരു പ്രശ്നവുമില്ല. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാവരും തന്റെ തറവാട് അല്ലെങ്കിൽ തന്റെ ജോലി, തന്റെ സാമ്പത്തികമായ അവസ്ഥ എല്ലാം തട്ടിച്ചു നോക്കി ആരാണ് ഏറ്റവും മികച്ചത് എന്ന് മാർക്കിടുന്ന മത്സരത്തിലാകുമ്പോൾ സ്വാഭാവികമായും ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത, പരസ്പരം ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്റെ ഭർത്താവ് തന്റെക്കാൾ എത്ര കണ്ട് ഭൗതികമായ സ്റ്റാറ്റസ് കുറഞ്ഞ ആളാണെങ്കിലും അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ തയ്യാറുള്ള ഏതൊരു വിശ്വാസിനെയും ഏതൊരു പെണ്ണും തന്റെ ഭർത്താവിനെ ഭർത്താവായി അംഗീകരിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, അയാൾക്ക് വേണ്ടുന്ന എല്ലാ റെസ്പെക്റ്റുകളും കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ആരോടെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളിൽ ഇന്നയാൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യമാരോട് തന്റെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ, സുജൂദിൽ കിടക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. ആ ഒരൊറ്റ ഹദീസ് മതി തന്റെ ഭർത്താവിനെ ഒരു സ്ത്രീ, ഒരു ഭാര്യ എത്ര കണ്ട് ആദരിക്കണം, എത്ര കണ്ട് ബഹുമാനിക്കണം എന്ന് മനസ്സിലാക്കാൻ. അയാളെ ഇകഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ തന്നേക്കാൾ ബുദ്ധിയില്ലാത്തവനാണ്, അതല്ലെങ്കിൽ സാമർഥ്യമില്ലാത്തവനാണ്, സാമ്പത്തികമായ ശേഷിയില്ലാത്തവനാണ് എന്നൊക്കെ വ്യക്തമായോ വന്യമായോ ഒക്കെയുള്ള സംസാരങ്ങൾ അത് വലിയ ഉലച്ചിലുണ്ടാക്കും. കുടുംബമെന്ന ഭദ്രമായ ആ കോട്ടയ്ക്ക് വിള്ളലേൽപ്പിക്കാൻ അത്തരം സംസാരങ്ങൾ ഇടയാക്കുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭർത്താക്കന്മാരെ രാജാക്കന്മാരായി കാണുമ്പോഴേ ഭാര്യമാർ രാജ്ഞികളാവുകയുള്ളൂ എന്നത് ശ്രദ്ധേയമായ ഒരു പ്രയോഗമായി തോന്നുകയാണ്. അഥവാ തന്റെ ഭർത്താവിനെ ആ ഭാര്യ വിലവെക്കാത്തിടത്തോളം അവൾ അയാളുടെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ താഴെയായിരിക്കും അവളുടെ സ്ഥാനം. ഇതേപോലെ ഭർത്താവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിന, വിശ്വാസികളായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസും അതേപോലെ സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ ആയത്തിലൂടെ ഖുർആൻ പഠിപ്പിച്ചതും വലഹുന്ന മിത്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവർക്കും ചില അവകാശങ്ങളുണ്ട്. വലഹുന്ന മിത്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് ചില ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്. ഇത് വകവെച്ചു കൊടുക്കണം എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസും ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കലഹങ്ങളില്ലാത്ത ശാന്തമായ സുന്ദരമായ ഒരു കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായൊരു മാർഗനിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിന, ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസിനിയെ അഥവാ ഒരു ഭർത്താവ് തന്റെ ഇണയെ തന്റെ ഭാര്യയെ വെറുക്കുകയില്ല. ഇൻ സഖിത മിൻഹാ ഖുലുഖ, അവളിൽ നിന്ന് അനിഷ്ടകരമായ എന്തെങ്കിലും പെരുമാറ്റമോ സ്വഭാവമോ അയാൾ കാണുകയാണെങ്കിൽ ആ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് അതാണ് അവൾ എന്ന് വിലയിരുത്തുന്നതിനപ്പുറം അവളെ തൃപ്തിപ്പെടാൻ, അവളെ സ്വീകരിക്കാൻ, സന്തോഷിക്കുവാൻ പറ്റുന്ന നിരവധി അനവധി പോസിറ്റീവായ സ്വഭാവങ്ങളും ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ ചില നെഗറ്റീവുകൾ കണ്ടാൽ അതിന് നേരെ കണ്ണടക്കുവാനും പോസിറ്റീവുകൾ കാണുവാനും ശ്രദ്ധിച്ചാൽ ഏത് ബന്ധവും നമുക്ക് ഊഷ്മളമാക്കുവാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞു, വലഹുന്ന മിത്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് ബാധ്യതകൾ ഇസ്ലാം ഏൽപ്പിച്ചതുപോലെ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളുമുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു കാര്യം എത്രത്തോളം എന്നാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅതി കമാ ഉഹിബ്ബു അൻ തതസയ്യന ലിൽ മർഅ, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി എങ്ങനെ നല്ല മാന്യമായി വസ്ത്രം ധരിച്ച് എന്നെ കാത്തിരുന്ന് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവൾ തയ്യാറാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവൾക്ക് വേണ്ടിയും ഞാൻ ഒരുങ്ങുവാൻ, അണിയാൻ, അവൾക്ക് വേണ്ടി ഞാൻ തയ്യാറാകാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ലിഅന്നല്ലാഹ യഖൂൽ വലഹുന്ന മിത്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി നിങ്ങളെ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ വസ്ത്രം ധരിക്കുവാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ അടുക്കൽ നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട വസ്ത്രത്തിലും മോശപ്പെട്ട സ്മെല്ലിലും മോശപ്പെട്ട വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെയാണെങ്കിലോ അവളിൽ നിന്ന് നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക, അത് നീതിയല്ല. മറിച്ച് അവരിൽ നിന്ന് എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ അവരോടും ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്നാണ്. സ്ത്രീകളെ അടക്കി ഭരിക്കുന്ന അടിമകളെ പോലെ കാണുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല. പുരുഷ മേധാവിത്വമാണ് എവിടെയും, ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന വിവരദോഷികളായ ചില ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പുറമെ കുറെ ആളുകൾ ഗുഡ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ആളുകളല്ല, മറിച്ച് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാരാണോ അവർ നിങ്ങളെ സംബന്ധിച്ച് നല്ലത് പറയുന്നവരാണോ എങ്കിൽ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ജോലി തിരക്കുകളും ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ആളുമാണ് എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ ആ പ്രവാചകൻ തന്റെ തിരക്കുകൾക്കിടയിൽ പോലും ഭാര്യമാരെ വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു എന്നറിയുമ്പോൾ അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗുണഫലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ ഈ ഒരു ചേർത്ത് പിടിക്കൽ അഥവാ ഷെയറിങ്ങും കെയറിങ്ങും, അവരെ ഭാഗവാക്കാക്കുകയും അവരുമായി പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ഉദാത്തമായ മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പ്രാർത്ഥനകൾക്കൊടുവിൽ അള്ളാഹു നൽകിയ ദാനമായിരുന്നു ഇസ്മായിൽ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൊന്നുമോൻ. അള്ളാഹുവിന്റെ പരീക്ഷണം, ആ മകൻ ഒന്ന് വളർന്ന് അല്പമൊന്ന് വാപ്പയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രായമായപ്പോഴേക്കും അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെക്കണം, ബലിയറക്കണം എന്നത്. ആ ഒരു നിർദ്ദേശം അള്ളാഹുവിന്റേതായി വഹിയായി സ്വപ്നത്തിലൂടെ കാണുമ്പോൾ
വേണമെങ്കിൽ പിടിച്ചു വലിച്ച് ആ വാപ്പക്ക് മോനെ കൊണ്ടുപോകാം. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടേതായ താല്പര്യം, നമ്മുടേതായ നീതി നടപ്പിലാക്കാൻ ഒരു പട്ടാളച്ചിട്ടയിൽ സമീപിക്കുന്നതിന് പകരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ചെയ്തത്? പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയല്ല, മറിച്ച് ആ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻളുർ മാദാ തറാ. പരിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായം സൂറത്തു സാഫാത്തിലെ 102-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ. ആ മകനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടുള്ള വിളിയിലൂടെ അവന്റെ മനസ്സ് കവർന്നുകൊണ്ട് ആ വാക്ക് പറയുകയാണ്, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു. നിന്നെ എനിക്ക് നൽകിയ റബ്ബ് എന്നോട് കൽപ്പിക്കുന്നത് ഞാൻ കാണുന്നു. സ്വപ്നത്തിലൂടെ എനിക്ക് വഹി നൽകിയിരിക്കുന്നു, നിന്നെ ഞാൻ ആ റബ്ബിന് വേണ്ടി ബലിയറുക്കണമെന്ന്. ഫൻളുർ മാദാ തറാ, മോനെ നിന്റെ അഭിപ്രായം എന്താ? ആലോചിച്ചു നോക്കൂ. ആ മകനെ അംഗീകരിച്ചുകൊണ്ട് മകനോട് അഭിപ്രായം ചോദിക്കാൻ, ഏകാധിപതിയെ പോലെ സ്വേച്ഛാധിപതിയെ പോലെ പിടിച്ചുകൊണ്ടുപോയി അള്ള നൽകിയതാണ്, അള്ളാഹ് കൊടുക്കാൻ ആരുടെയും സമ്മതം വേണ്ട എന്ന ഒരു തിട്ടൂരമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമ്മൾ കാണുന്നത്. മറിച്ച് മകനെ അല്ലെങ്കിൽ ഭാര്യയെ, കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവരെ കൂടി ഭാഗവാക്കാക്കി ആ ലക്ഷ്യത്തിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന രീതി, അത് ഏറ്റവും ഫലപ്രദമായ സംഗതിയാണ്. ഏത് ആള് നമ്മൾ അംഗീകരിക്കുന്നിടത്തേക്ക് വരണമെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കണം, അവരെ നമ്മൾ പരിഗണിക്കണം, അവരെ നമുക്ക് സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും സാധിക്കണം. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പകർന്നു തന്ന ഒരു പാഠം. അതേപോലെ ഭാര്യയും മക്കളും എല്ലാവരും നന്മയിൽ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും വേണം. ചിലപ്പോൾ വാപ്പ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളായിരിക്കും, ദീനിന്റെയും ദഅവത്തിന്റെയും പ്രധാനപ്പെട്ട ആളായിരിക്കും, മുൻപന്തിയിൽ ഉണ്ടാകും. മക്കള് വേറൊരു വഴിക്ക്, ഭാര്യ വേറൊരു വഴിക്ക്. അങ്ങനെയല്ല, അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ കൂടെ ഉണ്ടാകാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്, ആവർത്തിച്ച്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം നബിയുടെ പേരിൽ തന്നെയുള്ള സൂറത്തിൽ 39-40 ആയത്തുകളാണ് ഞങ്ങൾ ഓതി കേൾപ്പിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം പടച്ചറബ് നൽകിയ ഇസ്മായിൽ എന്ന സന്താനത്തെ കിട്ടിയപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മായിൽ. വാർദ്ധക്യത്തിൽ ഇനി ഒരു കുട്ടി ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് വിധിയെഴുതി എല്ലാവരും നിരാശപ്പെടുന്ന ഘട്ടത്തിൽ പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് ദുആ ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അള്ളാഹു കൊടുത്ത സന്താനം ഇസ്മായിൽ. എനിക്ക് ആ വാർദ്ധക്യത്തിൽ എന്റെ സന്താനത്തിന് നൽകിയ അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും. ഇസ്മായിലിന് പുറമെ ഇസ്ഹാഖിനെയും അള്ളാഹു നൽകി. അതിൽ റബ്ബിനെ മനസ്സ് നിറച്ച് സന്തോഷത്തോടുകൂടി സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ആ വാചകം അദ്ദേഹം പറഞ്ഞു, ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. എന്റെ റബ്ബ് ഏത് ദുആയും കേൾക്കുവാനും ഉത്തരം ചെയ്യാനും കഴിവുള്ളവനാണ്. അതിന് ഏറ്റവും നല്ല മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം തന്നെയാണ്. വാർദ്ധക്യത്തിന്റെ അവശതയിലേക്ക് എത്തുമ്പോൾ ഒരു കുട്ടി ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ഭൗതികമായി വിധി എഴുതുന്ന ഘട്ടത്തിലും റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ വൈകല്യങ്ങളില്ലാത്ത നല്ലൊരു സന്താനത്തെ നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ റബ്ബ് ആ ദുആ കേട്ടു, എനിക്ക് ആ സന്താനത്തെ നൽകി. അതാണ് ഇസ്മായിൽ. അതിനു പുറമെ ഇസ്ഹാഖിനെ എനിക്ക് നൽകി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പടച്ചറപ്പിനെ സ്തുതിച്ചു. എന്നിട്ട് പറയുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത്. പടച്ചവനെ, എന്നെ നമസ്കാരം നേരെ ചൊവ്വെ കൃത്യമായി നിർവഹിക്കുന്ന നിന്റെ ഭക്തനായ ദാസനാക്കി മാറ്റണമേ. വമിൻ ദുർരിയത്തി, എന്നെ മാത്രമല്ല എന്റെ മക്കളെ. റബ്ബനാ വതഖബ്ബൽ ദുആ, പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ. അപ്പോ നമ്മൾ നന്നായി ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ കൂടെ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഒക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മളൊരു പക്ഷേ മക്കളില്ലാത്തപ്പോൾ ദുആ ചെയ്തിട്ടുണ്ടാകും മക്കളെ കിട്ടാൻ. ഇനി മക്കൾക്ക് വല്ല രോഗവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരു മത്സര പരീക്ഷയിലാണെങ്കിൽ ആ സന്ദർഭത്തിലൊക്കെ അവരുടെ രോഗം മാറാൻ, പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി പറയാൻ പറ്റും, എന്റെ മോനെ എന്റെ മോളെ നന്നാക്കി തീർക്കാൻ, അവരെ കൊണ്ട്
ഒരു മോശപ്പെട്ട വാക്കുകൾ കേൾക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഭൗതികമായി നിന്ദതയും അപമാനവുമില്ലാതെ അന്തസ്സുള്ള മക്കളാക്കി വളർത്താൻ പടച്ചവനെ നീ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഏതെല്ലാം സന്ദർഭങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതേപോലെ ഇബാദുർ റഹ്മാൻ വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പടച്ച റബ്ബിന്റെ ഏറ്റവും നല്ല ദാസന്മാരുടെ ചില ക്വാളിറ്റീസ്, അവരുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ 74-ാമത്തെ ആയത്തിൽ വിശ്വാസികൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്ന, അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാതെ നമ്മൾ ഉരുവിട്ടു പോകുന്ന ഒരു പ്രാർത്ഥനയാണ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനി. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ. ഭാര്യയെ കുറിച്ച് കേൾക്കുമ്പോൾ, ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി കൺകുളിർമയുണ്ടാകുന്ന, സന്തോഷം നിറയുന്ന അവസ്ഥ. മക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പെർഫോമൻസ് കാണുമ്പോഴൊക്കെ ഒരു നന്മ ഫീൽ ചെയ്യുന്ന, കൺകുളിർമയുണ്ടാകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. തീർന്നില്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചറബിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീകളായ ആളുകൾക്ക് റോൾ മോഡലായി അവർ കാണുമ്പോൾ ഞങ്ങളെ മാതൃകയാക്കാൻ കൊതിക്കുന്ന, അവരുടെ മുന്നിൽ നടക്കുവാൻ പറ്റുന്ന രീതിയിൽ എന്നെയും എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും ആക്കണേ അല്ലാഹ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഒരിക്കലും ദേഷ്യം പിടിച്ച് അവർക്കെതിരിൽ പ്രാർത്ഥിക്കുകയില്ല അങ്ങനെയുള്ള ആളുകൾ. നമ്മൾ വിചാരിച്ചതിന് വിരുദ്ധമായി ചിലപ്പോൾ അവർ പറയും, പ്രവർത്തിക്കും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരെ ശപിക്കുകയും അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയുമല്ല ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തദ്ഉ അലാ അൻഫുസികും വലാ അലാ ഔലാദികും. നിങ്ങൾ നിങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ സന്താനങ്ങൾക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്യരുത്, നിങ്ങളുടെ സമ്പത്തിനെതിരിൽ നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യരുത്. ചിലപ്പോൾ ദേഷ്യം പിടിച്ച് നമ്മൾ ആകെ വൈകാരികമായി അതിനെ സമീപിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. ചരിത്രമാണ്. അതുകൊണ്ട് ഭർത്താവിന്റെ കാര്യത്തിലാണെങ്കിലും, മക്കളുടെ വിഷയത്തിലാണെങ്കിലും, മാതാപിതാക്കളുടെ വിഷയത്തിലാണെങ്കിലും, ഭർത്താവിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടകരമല്ലാത്ത, നമുക്ക് വല്ലാത്ത മാനസികമായ വിഷമങ്ങളും സങ്കടങ്ങളും സമ്മാനിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാറ്റിനും പറ്റിയ ഒരു ഒറ്റമൂലി എന്ന് പറയാൻ പറ്റുന്ന ഫലപ്രദമായ മരുന്നാണ് ആ സങ്കടങ്ങളെല്ലാം നമ്മുടെ റബ്ബിനോട് പറഞ്ഞ് ദുആ ചെയ്യുക എന്നത്. ഏത് വിഷയവും റബ്ബിനോട് പറയാം, ഏത് സമയത്തും അവനെ വിളിക്കാം. അതാണ് അവന്റെ പ്രത്യേകത. റബ്ബിനെ വിളിക്കാൻ ഇന്ന സമയത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സമയമില്ല. ഏത് സമയത്തും ഏത് വിഷയത്തിലും നമുക്ക് പറയാം. ലാ യതആലമുഹു ശൈ. അല്ലാഹുവിന് പ്രയാസമുള്ള, ബാധിച്ചതായ ഒന്നുമില്ല. അതുകൊണ്ട് ഭർത്താവിനൊന്ന് നന്നാക്കി തരണം റബ്ബേ. പെണ്ണിനെ ദുആ ചെയ്യാം. എന്റെ ഭാര്യ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് കൺകുളിർമയാകുന്ന ദീനിൽ, ദുനിയാവിൽ എനിക്ക് താങ്ങായി, തണലായി, തുണയായി എന്റെ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു ഭർത്താവിനും ആ സ്വകാര്യ ദുഃഖം, സങ്കടം റബ്ബിന്റെ മുന്നിൽ വെക്കാം, ദുആ ചെയ്യാം. മക്കളുടെ വിഷയത്തിലും എല്ലാം. അതേപോലെ ആദർശ കുടുംബമായി വളരാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിക കുടുംബമായി നമ്മൾ നമ്മുടെ മക്കളെയും കുടുംബത്തെയും വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. നമുക്ക് അല്ലാഹു ഇണകളെ നൽകി, മക്കളെ നൽകി, ജീവിക്കാനുള്ള സാഹചര്യം, സൗകര്യങ്ങളൊക്കെ നൽകി. പക്ഷെ അവര് വേറൊരു വഴിക്ക്, നമ്മളൊരു വേറെ വഴിക്ക്. അവരോടൊന്നും ദീനിയായ കാര്യങ്ങൾ സംസാരിക്കാത്ത, ഡിസ്കസ് ചെയ്യാത്തൊരവസ്ഥ ഒരിക്കലും പടച്ചറപ്പ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളുകളുടെ സ്വഭാവമല്ല. തെറ്റുകൾ കണ്ടാൽ തിരുത്തണം. അത് ഭർത്താവിൽ കണ്ടാൽ ഭാര്യയ്ക്ക് തിരുത്താൻ സാധിക്കണം, വാപ്പയിൽ കണ്ടാൽ മക്കൾക്ക് തിരുത്താൻ സാധിക്കണം. അതേപോലെ തിരിച്ചു മക്കളെ തിരുത്തുന്ന, ഭാര്യയെ തിരുത്തുന്ന ആ ഒരവസ്ഥ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിതാവ് വലിയ ഗൗരവക്കാരനാണ്. ആസിർ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാപ്പ വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹത്തെ വിൽക്കുകയും അതിലൂടെ സമ്പാദിക്കുകയും ചെയ്യുന്ന ആളാണ്, വിഗ്രഹ പൂജാരിയുമാണ്. പക്ഷെ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ തന്റെ പിതാവിനോട് തെറ്റ് തിരുത്തുന്ന ശൈലി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു,
താങ്കൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? മാല യസ്മഉ, ഒന്നും കേൾക്കാത്ത, ഒന്നും കാണാത്ത, താങ്കൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഇതിനെ എന്തിനാണ് വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കാൻ. കേവലം ഒരു ഫാദർ അല്ലെങ്കിൽ വാപ്പ എന്ന രീതിയിലല്ല വിളി. യാ അബത്തി എന്ന് പറയുമ്പോൾ എന്റെ പൊന്നു പിതാവേ എന്നാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി, ഏറ്റവും ആദരവ് നൽകി പരിഗണിച്ചുകൊണ്ടുള്ള വിളി. മകൻ വാപ്പയെ തിരുത്തുന്നു. ആ ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കണം നമ്മുടെ വീടകങ്ങളിൽ. പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ പറയാൻ പറ്റുന്ന രീതി, ഞാൻ അവരുമായി ആദർശ വിഷയങ്ങളൊന്നും സംസാരിക്കാറില്ല. മോൻ വേറെ വഴിക്കാണ്, അവൻ നിസ്കരിക്കാൻ ഞാൻ ചോദിക്കലില്ല. അവൻ ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസവും ആദർശവും അതേപോലെ തന്നെ ആശയങ്ങളും പേര് നടത്തി ഞാനത് അവനെ വിളിച്ചാലൊന്നും കിട്ടൂല, അവനെ ഞാൻ അങ്ങ് വിട്ടേക്കാണ് എന്ന രീതി ഒരിക്കലും ഒരു പിതാവിൽ നിന്ന്, ഒരു മാതാവിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. അവര് ശ്രദ്ധിക്കണം, അവരെ തിരുത്താൻ ശ്രമിക്കണം. എന്നാൽ ആ വാപ്പയെ തിരുത്തുമ്പോൾ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാന്യവും അതേപോലെ തന്നെ അദബും പാലിച്ചുകൊണ്ടുള്ള റെസ്പെക്റ്റിൽ ഒട്ടും കുറയാതെയുള്ള ആ ശൈലി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആവർത്തിച്ച് സൂറത്ത് മറിയമിലെ 42-43 ആയത്തുകളൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ യാ അബത്തി എന്റെ പൊന്നു വാപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ വിളിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയങ്കരനായ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ച അതേ വിളി വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ അത് രണ്ടിടത്ത് പറയുന്നത് കാണുവാൻ സാധിക്കും. ഇതേപോലെ അവിശ്വാസിയായ വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹ പൂജാരിയും വിഗ്രഹ വിൽപ്പനക്കാരനുമായ ആസറിനോട് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവ് എന്നുള്ള നിലയിൽ ആ റെസ്പെക്ട് എല്ലാം നൽകി വളരെ സ്നേഹത്തോടുകൂടി ഞാൻ പറയുന്ന കാര്യം അദ്ദേഹം കേൾക്കണം, മനസ്സിലാക്കണം, സ്വീകരിക്കണം എന്ന നസീഹത്തോടു കൂടിയുള്ള ഇടപെടൽ, അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ, വളർത്തിയെടുക്കുവാൻ സാധിച്ചാൽ ഇന്ന് നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളും പരാതികളും പറയുന്നോ ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. അതേപോലെ അവർ നമ്മുടെ കൂടെ നന്മയിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ സഹായം, സഹകരണം എല്ലാത്തിനും, അത് ഭാര്യമാരും ആ കുടുംബത്തിലെ എല്ലാവരും വാപ്പ എന്ന നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ലീഡറെ അംഗീകരിക്കുവാനും സഹകരിക്കുവാനും തയ്യാറായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിത ചരിത്രം നമുക്കറിയാം. കഅബ നിർമ്മാണത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലെടുത്ത് വെച്ച് പടുത്ത് അതൊരു പള്ളിയാക്കുമ്പോൾ, അതിന്റെ മതിൽക്കെട്ടുകൾ തീർക്കുമ്പോൾ മകൻ ഒരു ഹെൽപ്പറായി കൂടെയുണ്ട്. വാപ്പയും മകനും കൂടിയാണ് ആ കഅബയിലെ അസ്തിവാരം പടുത്തുയർത്തുന്നത്. എന്നിട്ട് അവർ നടത്തുന്ന പ്രാർത്ഥന റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും പടച്ചവനെ നിനക്ക് കീഴ്പ്പെട്ട നല്ലവരാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥന. അതേപോലെ പള്ളി പരിപാലനം, ആ കഅബ പടുത്തുയർത്തിയതിനു ശേഷം അത് വൃത്തിയായി സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ, ഇബ്രാഹിമിനോടും ഇസ്മാഈലിനോടും ഞാൻ ആജ്ഞാപിച്ചു അല്ലെങ്കിൽ നിർദ്ദേശിച്ചു, അൻ ത്വഹിറാ, നിങ്ങൾ രണ്ടുപേരും വൃത്തിയാക്കണം, ബൈത്തിയ, എന്റെ ഭവനത്തെ, എന്റെ ഭവനമാകുന്ന കഅബാലയത്തെ, ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്, സാഷ്ടാംഗം നമിക്കുന്ന, റുകൂഉം സുജൂദും ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന, ഇഅ്തികാഫിരിക്കുന്ന ആ പള്ളിയെ ലക്ഷ്യമാക്കി വരുന്ന എല്ലാവർക്കും വേണ്ടി വാപ്പയും മകനും ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. അപ്പൊ വാപ്പ ഒരു വഴിക്ക്, മകൻ വേറൊരു വഴിക്ക്, അല്ലെങ്കിൽ മകൻ ഒരു വഴിക്ക്, വാപ്പ ആ വഴിക്കൊന്നും അല്ലാത്ത രീതിയല്ല. ഒരിക്കലും നന്മയിൽ സഞ്ചരിക്കുന്ന വാപ്പയെ അല്ലെങ്കിൽ മകനെ നിരാശപ്പെടുത്തരുത്. പ്രയാസങ്ങളിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ടെങ്കിലും സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അത് കേവലം പള്ളിയുടെ വിഷയത്തിൽ മാത്രമല്ല. ചിലപ്പോൾ ഭർത്താവ് ബിസിനസ്സിൽ തകർന്ന് വിഷമിച്ച് സാമ്പത്തികമായി പ്രയാസപ്പെട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടതായി അവിടെയുള്ള ഒരു ദുരനുഭവത്തെ സംബന്ധിച്ച് വീട്ടിൽ വന്ന് പറയുമ്പോൾ, അതെനിക്ക് നിങ്ങളെപ്പറ്റി മുമ്പേ അറിയാം, നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ഒരു പെണ്ണും ഒരു ഭാര്യയും ഒരു മക്കളും സംസാരിക്കാൻ പാടില്ല. ആ വാപ്പയുടെ മനസ്സ് മനസ്സിലാക്കി ആ വേദനയും സങ്കടങ്ങളും തന്റെ കൂടി വേദനയായി അംഗീകരിച്ച് എന്ന് വിചാരിച്ച് ആ തട്ടഹസിച്ച് കരഞ്ഞ് വെപ്രാളപ്പെട്ട് വിഷമാക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടിന്റെയും ഇടയിൽ വളരെ മാന്യമായി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കണം. ദീനീ ദഅവാ രംഗങ്ങളിൽ പോലെ ബിസിനസിന്റെയും ജോലിയുടെയും മേഖലയിൽ എന്നതുപോലെ കുടുംബത്തിന്റെ ഏത് സന്ദർഭത്തിലും
അദ്ദേഹത്തിന്റെ നില തെറ്റുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒരു താങ്ങായി, ഒരു ആശ്വാസമായി മാറാൻ നമുക്ക് സാധിക്കണം. സലഫു സ്വാലിഹീങ്ങളുടെ നിരവധി ചരിത്രങ്ങളിൽ ഉദാഹരണങ്ങൾ ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹാജറിനെയും പിഞ്ചു പൈതൽ ഇസ്മായിലിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ കൊണ്ടുപോയി ആക്കി പോവുകയാണ്. അവിടെ അന്ന് ഒരാള് കൂട്ടിനില്ല. അവർക്ക് ദാഹിച്ചാൽ കുടിക്കാൻ ഒരു വെള്ളമോ സൗകര്യമോ ഭക്ഷണത്തിനുള്ള വകയോ ഒന്നുമില്ല. മക്ക മണലാരണ്യം എന്ന് പറഞ്ഞാൽ ഒരു കാട് പോലെ, അല്ലെങ്കിൽ പടർന്ന് നീണ്ടു നിവർന്നു കിടക്കുന്ന മരുഭൂമിയാണ്. അവിടെ കൊണ്ടുപോയി തിരിച്ച് നടക്കുമ്പോൾ ഹാജർ ഭർത്താവാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഐന തദ്ഹബു യാ ഇബ്രാഹിം വതത്റുകുനാ ഫീ ഹാദൽ വാദി, ഞങ്ങളെ ഈ കാട്ടിൽ അല്ലെങ്കിൽ ഈ താഴ്വരയിൽ വിട്ടേച്ചുകൊണ്ട് നിങ്ങൾ എങ്ങടാ പോണത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒന്നും പറയാൻ മറുപടിയില്ല. അദ്ദേഹം അത് കേട്ടില്ല എന്ന രീതിയിൽ നടന്നു നീങ്ങുമ്പോൾ അവര് വീണ്ടും ചോദിക്കാണ്, അല്ലാഹു അമറക ബിഹാദ, പടച്ചറബ് പറഞ്ഞിട്ടാണോ ഈ ചെയ്തത്? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ അങ്ങ് ഇപ്രകാരം ചെയ്തത്? അതിന് മാത്രം നഅം, അതെ എന്ന മറുപടി പറഞ്ഞപ്പോൾ ആ ഭർത്താവിനെ ഒപ്പിച്ച ഭാര്യയായി ഹാജർ അവിടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഇദൻ ലാ യുളയ്യിഖുന, എങ്കിൽ പോയിക്കോ, ആ റബ്ബ് ഞങ്ങളെ കൈയൊഴിക്കുകയില്ല. പടച്ച റബ്ബിൽ തവക്കുലാക്കി ഭർത്താവിനോടൊപ്പം ദീനിന്റെയും ദുനിയാവിന്റെയും നന്മയുടെയും വിഷയങ്ങളിൽ താങ്ങായി, തുണയായി, സപ്പോർട്ടായി നിൽക്കുന്ന ആ ഒരു ചരിത്രം നമുക്ക് ഇവിടെ വായിക്കുവാൻ സാധിക്കും. ഇതേപോലെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ ആദ്യാനുഭവങ്ങൾ ഉണ്ടായി. പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് എത്തിയ ഭർത്താവിനെ അലമുറയിട്ട് സ്വീകരിക്കുന്ന ഭാര്യയല്ല. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എങ്ങനെയായിരിക്കും? ഭർത്താവിനൊരു സാധാരണത്തേതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും അസുഖമാണ്, പ്രയാസമാണെന്ന് പറഞ്ഞാൽ ആദ്യം ഒച്ചുണ്ടാക്കി ബഹളമുണ്ടാക്കി കരയുന്നത് ആരായിരിക്കും? വീട്ടിലെ പെണ്ണുങ്ങളായിരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു അനുഭവവും കൊണ്ട് പേടിച്ച് വിറച്ച് പനിച്ചു വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു താങ്കൾ ഒരിക്കലും കൈയൊടിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് ചില ക്വാളിറ്റീസുകളുണ്ട്, ചില വാല്യൂസ് ഉണ്ട്. ഇന്നക ലതസിലുർ റഹീം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യസന്ധമായി ആളുകളോട് സംസാരിക്കുന്ന ആളാണ്. അതേപോലെ മനുഷ്യരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്റെ പ്രയാസമായി കണ്ട് ഏറ്റെടുക്കുന്ന ആളാണ്. ഇങ്ങനെ കുറെ നന്മകൾ പറഞ്ഞ് അങ്ങനെയുള്ള ഒരാളെ റബ്ബ് കൈയടിക്കുകയില്ല, എന്താ പ്രശ്നം, പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി സ്വീകരിക്കുന്ന ഒരു ഭാര്യ. അങ്ങനത്തെ ഭാര്യമാരാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ എത്ര സമാധാനവും സ്വസ്ഥതയുണ്ടാവും. ഹുദൈബിയ സന്ധിയിൽ മറ്റൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. കരാറനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്ത് തിരിച്ചു പോകണം. മക്കയിലേക്ക് പോയി ഹജ്ജും ഉംറയൊന്നും ചെയ്യാതെ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോകണം. ആ ഒരു കരാറിൽ, എഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ നേരത്ത് സ്വഹാബികൾക്ക് പലർക്കും അത് താല്പര്യമില്ല. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, നിന്യത എരന്നു വാങ്ങുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അവരോട് പറയുന്ന ഒരു കാര്യം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഖൂമൂ ഫൻഹറൂ സുമ്മ അഹ്ലികൂ, നമുക്ക് യാത്ര തുടരാൻ പറ്റില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ബലിമൃഗത്തെ ബലിയറക്കണം, എന്നിട്ട് തല മുടിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു എന്നാണ്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒന്ന് സൂചന നൽകിയാൽ അപ്പോഴേക്കും അത് പ്രാവർത്തികമാക്കാൻ മത്സരിക്കുന്ന സ്വന്തം സ്വഹാബത്ത് അനുസരണക്കേട് കാണിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ സ്വഹാബത്ത് പറയും, ഫവല്ലാഹി മാ ഖാമ മിൻഹും റജുലുൻ, ഒരാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടിട്ട് അത് അനുസരിക്കാൻ തയ്യാറായില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനസ്സ് വേദനിച്ച് വിഷമകരമായ ആ അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ ഉമ്മു സലമയുടെ അടുക്കലേക്ക് ചെല്ലുക. എന്നിട്ട് ആ വിഷമം പറഞ്ഞു ഭാര്യയോട്. അപ്പോ എന്താണ് പറഞ്ഞു കൊടുത്തത്? നല്ല ഒരു പരിഹാരം, അതിന് പറ്റുന്ന ഒരു പ്രതിവിധി അവർ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇനി ആരോടും ഒന്നും പറയാൻ നിൽക്കേണ്ടതില്ല, നിങ്ങൾ പോയി ആദ്യം ഈ പറഞ്ഞ രീതിയിൽ ബലി ഇറക്കണം, എന്നിട്ട് നിങ്ങൾ മുടിയെടുക്കണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നോക്കി നിൽക്കാൻ സാധിക്കാത്ത സ്വഹാബത്ത് അവരുടനടി അത് സ്വീകരിച്ചു. ഇങ്ങനെ ഭർത്താവിന് താങ്ങായി, തുണയായി, സപ്പോർട്ടായി ഉണ്ടാകുന്ന ഭാര്യയെ നന്മയിൽ സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരു ഭർത്താവ്, അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം ദുനിയാവിലെ സ്വർഗമായിരിക്കും എന്നതിൽ സംശയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണർത്തിയതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങൾ വേറെയില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളോട് ഉണർത്തി, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീൽ വത്തക്ബീർ. അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ തസ്ബീഹ് ചെയ്യണം, പ്രകീർത്തിക്കണം. സുബ്ഹാനല്ലാഹ്, തഹ്മീദ്, അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം, തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന പ്രകീർത്തനങ്ങൾ, അദ്കാറുകൾ അധികരിപ്പിക്കാൻ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഈ ദിവസങ്ങളിൽ. മുത്തലഖായ തക്ബീർ എന്ന് പറയാറുണ്ട് പണ്ഡിതന്മാർ. അഥവാ പ്രത്യേക സമയമോ സന്ദർഭമോ നിശ്ചയിക്കാതെ എപ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അദ്കാറുകൾ, അത് ഈ ദിവസങ്ങളിൽ കൂടുതലായി ചൊല്ലണം എന്നാണ്. എന്നാൽ മുഖയ്യദായ തക്ബീർ ഉണ്ട്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലുന്ന തക്ബീർ, അത് ദുൽഹിജ്ജ മാസം 9-ാം തീയതി സുബ്ഹ് നമസ്കാരം മുതൽ അയ്യാമുൽ തശ്രീഖിന്റെ അസർ വരെയുമാണ് ഓരോ വഖ്ത് നമസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ. അപ്പൊ തക്ബീറിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഉദ്ഹിയ്യത്ത്, ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറെടുക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠപരമായ ഒരു പുണ്യകർമ്മമാണ് ഉദ്ഹിയ്യത്ത്. ഉദ്ഹിയ്യത്തിന് തയ്യാറെടുത്തിട്ടുള്ള ആളുകൾ അവരുടെ നഖവും മുടിയും അറവ് കഴിയുന്നത് വരെയും എടുക്കാൻ പാടില്ല എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ അറഫ നോമ്പ്, പെരുന്നാളിന്റെ തലേ ദിവസം ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചയാണ് നമുക്ക് ആ ഒരു സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുകബ്ബിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ ചെറുദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാൻ പര്യാപ്തമാണ് ആ നോമ്പ് എന്നാണ്. അതുകൊണ്ട് പല നോമ്പെടുത്ത് ശീലിച്ച നമ്മൾ അറഫ നോമ്പ്, പെരുന്നാളിന്റെ തലേ ദിവസത്തെ ആ നോമ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇൻഷാ അല്ലാഹ് 28-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മുടെ പെരുന്നാൾ, നമുക്കറിയാം. അപ്പോൾ പെരുന്നാളിന്റെ എല്ലാ അദബുകളും മര്യാദകളും പാലിച്ച് പെരുന്നാൾ നമസ്കാരത്തിന് നേരത്തെ എത്തിച്ചേരാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിച്ച് സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.